ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അവന്റെ ദീനിലെ കർമ്മശാസ്ത്ര വിധിവിലക്കുകളാണ് നാം ഈ ക്ലാസ്സിൽ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അവന് ഇബാദത്തുകൾ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു. ആ ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മെ പഠിച്ചിട്ടുള്ളത്. ആ ഇബാദത്തുകൾ ഒന്നാമതായി അവന് മാത്രമായിരിക്കണം. ആ ഇബാദത്തുകളിൽ അവനല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ അവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ഇനി അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് ആളുകൾ കൂടി കാണണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവന്റെ ഇബാദത്ത് അത് പൊളിഞ്ഞു പോകും, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആ ഇബാദത്തുകൾ, നമ്മോട് കൽപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ, അത് ഓരോന്നും എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. നമുക്ക് തോന്നിയ രൂപത്തിൽ ഓരോ ഇബാദത്തുകൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ, നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്ന രൂപത്തിൽ, നമുക്ക് എളുപ്പമാകുന്ന രൂപത്തിൽ നമ്മൾ ചെയ്താൽ പോരാ. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി സഹാബത്തിന് മിമ്പറിൽ വെച്ച് നിസ്കാരം കാണിച്ചു കൊടുത്തു. സുജൂദിന്റെ സമയത്താണ് അവിടുന്ന് താഴേക്ക് ഇറങ്ങി സുജൂദ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവസാനം സഹാബത്തിനോട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, എപ്രകാരം ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അതല്ലാതെ ഓരോരുത്തർക്കും തോന്നുന്ന രൂപത്തിൽ നിസ്കാരം ചിട്ടപ്പെടുത്തിയാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുകയില്ല. കാരണം ഏതൊരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യം അതിന് നിബന്ധനയായിട്ടുണ്ട്. ഒന്ന് അൽ ഇഖ്ലാസാണ്, ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഉദ്ദേശിച്ച് മാത്രമായിരിക്കണം. രണ്ട് അൽ ഇത്തിബാ ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ മാത്രമേ അതാകാൻ പാടുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്തുകളെ കുറിച്ച് കൃത്യമായി പഠിക്കുക. എങ്ങനെ ചെയ്താലാണ് ഇബാദത്തുകൾ അള്ളാഹുവിൽ സ്വീകാര്യമാകുക, എങ്ങനെ ചെയ്താൽ അത് അള്ളാഹു തള്ളിക്കളയും, മർദൂദായി പോകും എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിക്കുക. അതിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ പഠിക്കൽ അനിവാര്യമായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഉംദത്തുൽ അഹ്കാമിലെ ആദ്യത്തെ 8 ഹദീസുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അഥവാ നിയ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസ് വായിച്ചതിന് ശേഷം നമ്മൾ കിതാബ് തഹാറയാണ് ആരംഭിച്ചിട്ടുള്ളത്. ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് നിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് ശുദ്ധി അത്യാവശ്യമാണ്. അതുകൊണ്ട് ശുദ്ധിയില്ലാതെ അള്ളാഹു നിസ്കാരം സ്വീകരിക്കുകയില്ല എന്ന കാര്യം മുതൽ നമ്മൾ ശുദ്ധിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂവിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തിട്ടുള്ളത് എന്ന് മഹാനായ സഹാബി അൽ ഖലീഫ റാഷിദ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമുക്ക് കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത വരുന്ന ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു വിശദീകരിക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസിന് ശേഷം ഈ ഹദീസ് ഉദ്ധരിക്കാൻ അതിലില്ലാത്ത ചില ഫായിദകൾ ഈ ഹദീസിലുള്ളത് കൊണ്ടാണ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ ഈ ഹദീസ് അതിന് തൊട്ട് ശേഷം തന്നെ കൊടുത്തിട്ടുള്ളത്. ആ ഹദീസ് വായിക്കാം. അൻ അംർ ഇബ്നു യഹ്യ അൽ മാസിനി, ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അംർ ഇബ്നു യഹ്യ അൽ മാസിനി അൻ അബീഹി, തന്റെ പിതാവിൽ നിന്ന് അംർ ഇബ്നു യഹ്യ അൽ മാസിനി റഹിമഹുല്ലാ റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഷഹിദ്തു അംർ ഇബ്നു അബി ഹസൻ, ഞാൻ അംർ ഇബ്നു അബി ഹസനെ കണ്ടു, അദ്ദേഹത്തെ കണ്ടു. എന്താണ് കണ്ടത്? സഅല അബ്ദുല്ലാഹ് ബിൻ സെയ്ദിൻ, അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ സെയ്ദിനോട് ചോദിക്കുന്നതായി ഞാൻ കണ്ടു. അൻ വുളൂഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂവിനെ കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് അംർ ഇബ്നു യഹ്യ അൽ മാസിനി തന്റെ ഉപ്പയിൽ നിന്നും പറയുകയാണ്. ഉപ്പയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അംർ ഇബ്നു യഹ്യ അൽ മാസിനി റഹിമഹുല്ലാഹ്. എന്താണ് എന്നിട്ട് ആ ഹദീസിൽ എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്? അദ്ദേഹം വുളു കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഫദഅ ബിതൗരിൻ മിൻ മാ, അദ്ദേഹം ഒരു വെള്ളത്തിന്റെ പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫതവല്ലഅ ലഹും വുളു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു അദ്ദേഹം ചെയ്തു കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ വുളുവിന്റെ രൂപം ഓരോന്നോരോന്നായി പറയുകയാണ്. ഫഅഖ്ഫ അലാ യദൈഹി മിനത് തൗർ, തൗറിൽ നിന്നും, എന്താണ് തൗർ എന്ന് നമ്മൾ വിശദീകരിക്കുക, ഒരു പാത്രമാണ്. തൗറിൽ നിന്നും 2 കൈയിലേക്കും വെള്ളം ചെരിഞ്ഞ് കൈയിലേക്ക് കോരി ഒഴിച്ചു. ഫഗസല യദൈഹി സലാസ, അങ്ങനെ 3 തവണ 2 കൈകളും കഴുകി. സുമ്മ അദ്ഖല യദഹു ഫി തൗർ, പിന്നീട് തൗറിലേക്ക് തന്റെ കൈ പ്രവേശിപ്പിച്ചു. ഫമൽമല വസ്തൻശഖ വസ്തൻസറ സലാസൻ ബിസലാസി ഗറഫാത്ത്, അങ്ങനെ ഓരോ കോരിൽ 3 കോരലിൽ ഓരോ കോരലിലും മൽമലത്തും ഇസ്തിൻഷാക്കും ഇസ്തിൻസാറും ഓരോ കോരലിലും ചെയ്തു. അഥവാ ഇത് 3 തവണ ചെയ്തു. സുമ്മ അദ്ഖല യദഹു ഫഗസല വജ്ഹഹു സലാസ, പിന്നീട് കൈ പ്രവേശിപ്പിച്ച് മുഖം കഴുകി. സുമ്മ അദ്ഖല യദഹു ഫി തൗർ, പിന്നീട് വീണ്ടും കൈ അതിലേക്ക് പ്രവേശിപ്പിച്ചു, തൗറിലേക്ക് പ്രവേശിപ്പിച്ചു. ഫഗസലഹുമാ മർറതൈനി ഇലൽ മിർഫഖൈനി, ഫഗസലഹുമാ അഥവാ 2 കൈകളും കഴുകി, മർറതൈനി 2 തവണ, ഇലൽ മിർഫഖൈനി മുട്ടുവരെ. സുമ്മ അദ്ഖല യദഹു ഫി തൗർ, പിന്നീട് വീണ്ടും കൈ ഈ തൗറിലേക്ക് പ്രവേശിപ്പിച്ചു. ഫമസഹ റഅസഹു, തന്റെ തല തടവി. ഫഅഖ്ബല ബിഹിമാ വഅദ്ബറ മറത്തൻ വാഹിദ, അവിടുന്ന് ആ കൈ മുന്നിടുകയും പിന്നീട് അത് പിന്നിടുകയും ചെയ്തു. അതിന്റെ രൂപം വിശദീകരിക്കുന്നുണ്ട്. സുമ്മ ഗസല റിജ്ലൈഹി, പിന്നീട് 2 കാലുകളും കഴുകി. വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിൽ ആ തല തടവുന്ന രൂപം ഒന്നുകൂടി വിശദമായി വന്നു. ബദഅ ബിമുഖദ്ദമി റഅസിഹി, തലയുടെ മുൻഭാഗത്ത് നിന്നാണ് തല തടവാൻ ആരംഭിച്ചത്. ഹത്താ ദഹബ ബിഹിമാ ഇലാ ഖഫാഹു, തന്റെ പിരടി വരെ അത് മുന്നിൽ നിന്നും പുറകിലേക്ക് പോയി. സുമ്മ റദ്ദഹുമാ, പിന്നീട് അവ രണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ഹത്താ റജഅ ഇലൽ മക്കാനിൽ ലദീ ബദഅ മിൻ, എവിടുന്നാണോ കൈ ആരംഭിച്ചത് അവിടേക്ക് തന്നെ, അത് മുൻഭാഗത്തേക്ക് തന്നെ അത് കൊണ്ടുവന്നു. വഫീ റിവായത്തിൻ, വേറെ ചില റിവായത്തിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. അതാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിലേക്ക് വന്നു. ഫഅഖ്റജ്നാ ലഹു മാഅൻ ഫീ തൗരിൻ മിൻ സുഫർ, സുഫറിന്റെ ഒരു തൗർ അഥവാ പിച്ചളയുടെ ഒരു തൗറിൽ, ഒരു വുളുവിന്റെ പാത്രത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വുളു ചെയ്യുവാൻ വേണ്ടി നമ്മൾ കൊടുത്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്തു എന്നർത്ഥം. അത്തൗറു ശിബ്ഹു അത്തസ്ത്, തൗർ എന്ന് പറഞ്ഞാൽ തസ്തിനോട് സാദൃശ്യമുള്ളത്. രണ്ടും അത് ഒരു വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന, കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിനാണ് അത് പറയുക എന്ന് ഡിക്ഷണറികളിൽ നമുക്ക് കാണാൻ സാധിക്കും. തൗറിനെ കുറിച്ച് പറയുന്നത് ഇനാഉൻ സഗീറുൻ മിൻ സുഫ്രിൻ ഔ ഹിജാറത്തിൻ യുശ്റബു മിൻഹു വഖദ് യതവദ്ദഉ മിൻഹു. ലിസാനുൽ അറബ് പോലെയുള്ള ഡിക്ഷണറിയിൽ അതാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ പാത്രമാണ് അത്. പിച്ചളയുടേതാകാം, അതല്ലെങ്കിൽ കോപ്പറിന്റേതൊക്കെ ആകാം, അല്ലെങ്കിൽ കല്ലിന്റേതൊക്കെ ആകാം. അതിൽ നിന്ന് ആളുകൾ കുടിക്കുകയും വുളു എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നു. മുൻകാലത്തും ഇന്ന് ഈ കാലഘട്ടത്തിലും പല നാടുകളിലും ആ രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഹദീസിൽ നമ്മൾ വുളുവിന്റെ എല്ലാ വിഷയങ്ങളും വിശദീകരിച്ച് പറയുകയില്ല. കാരണം അതിൽ പലതും നമ്മൾ കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കിയതാണ്. അപ്പൊ അതിലില്ലാത്ത ചില ഫായിദകളായിരിക്കും ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുക, അതിലില്ലാത്ത ചില മസ്അലകൾ. അതിൽ ഒന്നാമത്തത് ഈ സഹാബി അന്നഹു തവദ്ദഅ മിൻ തൗരിൻ, ഒരു തൗറിൽ നിന്നും വുളു എടുത്തു. തൗർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ ലോഹത്തിന്റെ ഒരു പാത്രമാണ്, ത്വസ്താണ്, ലോഹത്തിന്റെ പാത്രമാണ്. അത് നുഹാസിൽ നിന്നാണ്, കോപ്പറിൽ നിന്നാണ്, അതല്ല സുഫറിൽ നിന്നാണ്, ബ്രാസിൽ നിന്നാണ്. കോപ്പറിൽ നിന്നാണ്, അതല്ലെങ്കിൽ ബ്രാസ് പിച്ചളയിൽ നിന്നാണ് എന്നതൊക്കെയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ഈ നുഹാസ് എന്നുള്ള വാക്ക് തന്നെ സഹാബത്തിന് തന്നെ പരിചയമുണ്ടായിരുന്നില്ല. ഒരു ഹദീസിൽ മസീഹു ദജ്ജാല് അവസാനം മദീനയിലേക്ക് വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ ഉണ്ടാകുന്ന അവന്റെ കഴുത്തിൽ തൗഖം മിൻ നുഹാസ്, കഴുത്തിൽ നുഹാസിന്റെ ഒരു വളയം ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഈ ഹദീസ് റിവായത്ത് ചെയ്ത, അഥവാ ദജ്ജാലിന്റെ ഹദീസ് റിവായത്ത് ചെയ്ത അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലം അകു അരിഫു മൻ നുഹാസ്, നുഹാസ് എന്താണെന്ന് നമുക്ക് അറിയാമായിരുന്നില്ല. കാരണം ചില പദങ്ങൾ അവർക്കും അറിയാത്ത പദങ്ങളുണ്ട്, അറബി അല്ലാത്ത വാക്കുകളിൽ നിന്നും വന്നതായിരിക്കും. മറ്റൊരു ഹദീസിൽ ഹർജ് എന്താണെന്ന് ചോദിച്ചു. അവസാന കാലഘട്ടത്തിൽ ഹർജ് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് അറിയില്ലായിരുന്നു എന്താണ് മൽ ഹർജ്, എന്താണ് അൽ ഹർജ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അൽ ഖത്ലുൽ ഖത്ൽ, കൊലപാതകങ്ങളാണത് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ നുഹാസ് ഒന്നുകിൽ അത് പിച്ചളയുടേതാണ്, അതല്ല എങ്കിൽ അത് കോപ്പറിന്റേതാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. അഥവാ ഇത് പറഞ്ഞു വന്നത് ഇത്തരം ലോഹങ്ങളുടെ പാത്രങ്ങളിൽ നിന്നും വുളു എടുക്കൽ അനുവദനീയമാണ്. ലോഹങ്ങളുടെ പാത്രങ്ങളിൽ നിന്നും
വുളു എടുക്കൽ അനുവദനീയമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയ വുളുവിന്റെ തോൽപാത്രത്തിൽ നിന്നാണ്. അതാണ് അറബികൾ അധികം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇത്തരം ലോഹങ്ങളുള്ള പാത്രത്തിൽ നിന്നും വുളു എടുക്കൽ അനുവദനീയമാണ്, 2 ലോഹങ്ങൾ ഒഴികെ. ഏതൊക്കെയാണത്? 2 ലോഹങ്ങളിൽ നമുക്ക് അനുവദനീയമല്ല. ഒന്ന് സ്വർണം, 2 വെള്ളി. സ്വർണവും വെള്ളിയും നമുക്ക് കുടിക്കാനോ ഭക്ഷിക്കാനോ വുളു എടുക്കാനോ അത് ഒന്നും തന്നെ പാടില്ല. ഒരു ഷോക്കേസിൽ വെക്കാൻ പോലും സ്വർണത്തിന്റെ പാത്രമോ സ്വർണത്തിന്റെ ഗ്ലാസോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. സ്പൂൺ ആകട്ടല്ല, കാരണം സ്പൂൺ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത് സ്വർണത്തിന്റേത് നമുക്ക് അനുവദനീയമല്ല എന്ന് കാണാം. സ്വർണത്തിന്റേത് നമുക്ക് അനുവദനീയമല്ല. ശരി. അപ്പൊ ഒന്നാമത് അത് ആ ലോഹത്തിൽ നിന്ന് നമുക്ക് വുളു എടുക്കാമെന്നുള്ളതാണ്. രണ്ടാമത് ഈ ഹദീസിൽ പറഞ്ഞ കാര്യമാണ് തമൽമള വസ്തൻശക വസ്തൻസറ സലാസൻ ബിസലാസി ഗർഫാത്ത്. 3 തവണ വെള്ളം എടുത്തിട്ടുണ്ട്. ഓരോ തവണ വെള്ളം എടുക്കുമ്പോൾ ഈ 3 കാര്യവും നടക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ വെള്ളം ആവശ്യമില്ല. ഒരു തവണ വെള്ളം കോരിയാൽ ഗർഫത്ത് എന്ന് പറഞ്ഞ ഒരു കോരലാണ്. ഒരു കോരലിലൂടെ ഒരാൾക്ക് മൽമളത്തും ഇസ്തിൻഷാക്കും ഇസ്തിൻസാറും ചെയ്യാം. മൽമളത്തിനും ഇസ്തിൻഷാക്കിനുമാണ് വെള്ളം ആവശ്യമുള്ളത്. ഇസ്തിൻസാർ ചീറ്റലാണ്, അഥവാ വായിൽ വെള്ളം കൊപ്പിളിക്കുക. മൽമളത്ത് അതിന് എങ്ങനെ ചെയ്യണം? വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവനായി വായിൽ ഒഴിക്കുന്നതിന് പകരം ആ വായുടെ അറ്റത്തേക്ക് വെച്ച് വായ കൊണ്ട് കുറച്ച് വലിക്കണം. അപ്പൊ വായ്ക്കുള്ള വെള്ളം കിട്ടും. ബാക്കി മൂക്കിന്റെ അടുത്ത് കൊണ്ടുവച്ച് ഇസ്തിൻഷാക്ക് ചെയ്യണം. വലിച്ചു കയറ്റുന്നതിനാണ് ഇസ്തിൻഷാക്ക് എന്ന് പറയുന്നത്. മൂക്കിലേക്ക് വലിച്ചു കയറ്റണം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പിന്നീട് ഇസ്തിൻസാറാണ്, മൂക്ക് ചീറ്റുക. ശേഷം മജ്ജുൽമ, വെള്ളം പുറത്തേക്ക് തുപ്പുക. ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുക. ഈ രൂപത്തിൽ ചെയ്താൽ അതിന് എളുപ്പമുണ്ട്. അങ്ങനെ ഒരു കോരലിൽ ഇത് 3 നമുക്ക് നടക്കും. ഒരു കോരലിൽ ഇത് 3 നമുക്ക് നടക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മൽമളത്തും ഇസ്തിൻഷാക്കും അത് ഗസ്ലുൽ വജ്ഹിൽ ഉൾപ്പെടുന്നതാണ്. അള്ളാഹു കൽപ്പിച്ച ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നതിനാൽ അത് വാജിബാണ്. എന്നാൽ ഇസ്തിൻസാർ അത് മുസ്തഹബാണ്. ഒരാൾ ചീറ്റിയിട്ടില്ല എങ്കിലും അയാളുടെ വുളു ശരിയാകുന്നതാണ്. ഇതിൽ മുജ്സിയാകുന്ന ശരിയാകുന്ന രൂപമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ കയ്യിലൽപ്പം വെള്ളമാക്കി മൂക്കിലേക്ക് ആ 2 വിരലും കയറ്റിയാൽ അയാളുടെ വുളു ശരിയാകുന്നതാണ്. എന്നാൽ അതിൽ മുബാലകത്ത്, നോമ്പുകാരനല്ലാത്ത സമയത്ത് മുബാലകത്ത് ചെയ്യുക, കുറച്ചുകൂടി കയറ്റുക എന്നുള്ളതാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ അങ്ങേയറ്റം ഏറ്റവും തരിമൂക്കിൽ കയറ്റൽ അത് പ്രയാസമുള്ള ആളുകൾക്ക് അത് ഒഴിവാക്കാമെന്നും ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ശരി. 3ാമത്തെ മസ്അല ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഖാലഫ ഫീ അദദി ഗസ്ലി അഅ്ളാഇൽ വുളു, കഴുകുന്ന സമയത്ത് എണ്ണം അത് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അഥവാ ഒരു വുളുവിൽ തന്നെ 2 രൂപത്തിൽ എണ്ണം നമുക്ക് നിശ്ചയിക്കാം. അഥവാ ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മുഖം കഴുകിയത് പറയുമ്പോൾ 3 തവണയാണ്. പക്ഷേ പിന്നീട് കൈ കഴുകുന്ന സമയത്ത് അത് 2 തവണയാണ് കഴുകിയിട്ടുള്ളൂ. 2 തവണയാണ് കഴുകിയിട്ടുള്ളൂ. 3ഓ 2ഓ 1ഓ തവണ നമുക്ക് കഴുകുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ ഒരൊറ്റ വുളുവിൽ തന്നെ ഒരവയവും ഒന്നും മറ്റൊരവയും വേറൊരു എണ്ണവും വെച്ചുകൊണ്ട് വുളു എടുക്കുക എന്നുള്ളത് അനുവദനീയമാണ്. മുഖം 3 കഴുകിയ ഒരാൾക്ക് കൈ വേണമെങ്കിൽ 2 മാത്രം കഴുകാം. ഇനി കാല് വേണമെങ്കിൽ 1 തവണ മാത്രം കഴുകാം. കാരണം കാലിന്റെ എണ്ണം ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. കാലിന്റെ എണ്ണം എത്രയാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. കൈന്റെ എണ്ണമാണെങ്കിൽ 2 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് ഒന്നുകിൽ എല്ലാ അവയവവും 3 തവണ വെച്ച് കഴുകാം, എല്ലാ അവയവും 2 തവണ വെച്ച് കഴുകാം, എല്ലാ അവയവവും 1 തവണ വെച്ച് കഴുകാം, അല്ലെങ്കിൽ എണ്ണം മാറ്റിക്കൊണ്ട് 3, 2, 1 അല്ലെങ്കിൽ 2, 3 ഏത് രൂപത്തിലും കഴുകാം. അത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നമുക്ക് തെളിവുണ്ട്. ഇതാണ് 3ാമത്തെ പാഠം. 4ാമത്തെ മസ്അല എന്ന് പറയുന്നത് മസ്അലത്തു മസ്ഹിർ റഅസ്, തല തടവുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം തല തടവുന്നതിന്റെ രൂപം കഴിഞ്ഞ ഹദീസിലേക്കാളും കൃത്യമായി എങ്ങനെയാണ് തല തടവേണ്ടത് എന്ന് ഈ ഹദീസിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അത് കാണിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ളത്? കൈ അത് ആദ്യം അതിൽ മനസ്സിലാക്കേണ്ട, തല തടവാൻ പ്രത്യേകമായി വെള്ളം എടുക്കേണ്ടതുണ്ട്. തല തടവാൻ പ്രത്യേകമായി വെള്ളം എടുക്കേണ്ടതുണ്ട്. ഉലമാക്കൾക്കിടയിൽ ഒരു ഖിലാഫുള്ള ഒരു വിഷയമാണ്. ഒരാൾ കൈ കഴുകി കഴിഞ്ഞാൽ ആ നനവ് കൊണ്ട് തന്നെ തല തടവിയാൽ മതിയോ, അതല്ല വേറെ വീണ്ടും കൈ നനക്കേണ്ടതുണ്ടോ എന്നുള്ളത്. കൈ വേറെ നനക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്നും മറ്റു പല ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഹദീസിൽ വീണ്ടും കൈ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ തല തടവുന്നതിന് വേണ്ടി നമ്മൾ പൈപ്പിലാണ് വുളു എടുക്കുന്നതെങ്കിൽ വീണ്ടും കയ്യിൽ അല്പം നനവ് ഉണ്ടാക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് അതുകൊണ്ട് നമ്മൾ തടവേണ്ടത്. അതാണ് 1ാമത്തെ കാര്യം. 2, തല തടവുന്ന സമയത്ത് അത് എവിടുന്നാണ് ആരംഭിക്കുന്നത്? തലയുടെ, നമ്മൾ പറഞ്ഞു മൻബത്തു ഷഅർ, മുടി വളരുന്ന ഭാഗം, അവിടുന്നാണ് തല ആരംഭിക്കുന്നത്. കാരണം മുഖത്തിന്റെ പരിധി പറയുമ്പോൾ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്.
തല എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ മുതൽ അവിടെ നമ്മൾ കൈവച്ചുകൊണ്ട് ഈ തല അവസാനിക്കുന്നതിന്, മുടി അവസാനിക്കുന്നത് ഈ ഹദീസിൽ വന്നിട്ടുണ്ട് ഖഫാഹു, അവന്റെ പിരടി വരെ. പിരടി തടവേണ്ടതില്ല. പിരടിയുടെ അവിടെ അവന്റെ അവസാനത്തെ തലമുടി ഉണ്ടാകും. അതുവരെ അവൻ പുറകിലേക്ക് തടവുക, ശേഷം അത് മുന്നിലേക്ക് വീണ്ടും കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഏറ്റവും അക്മലായ രൂപം. ഇതാണ് അക്മലായ രൂപം എന്ന് പറഞ്ഞാൽ മുജ്സിയായ, അനുവദിക്കപ്പെട്ട മറ്റൊരു രൂപമുണ്ട്. അഥവാ ഒരാൾ ഒരു തവണ മാത്രം തടവിയാലും, അത് മുന്നിൽ നിന്നും പുറകിലേക്കാകട്ടെ, പുറകിൽ നിന്നും മുന്നിലേക്കാകട്ടെ, ഒരു തവണ മാത്രം തടവിയാലും അയാളുടെ വുളു ശരിയാകും. പക്ഷെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് മുന്നിൽ നിന്നും പുറകിലേക്ക് കൊണ്ടുപോവുക, തിരിച്ച് പുറകിൽ നിന്നും മുന്നിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉള്ളും പുറവുമുള്ള മുഴുവൻ മുടിയും നനയും. ഒരാൾ പുറകിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് ചീകിയ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മുന്നോട്ടേക്ക് ചീകിയതാണെങ്കിൽ അയാളുടെ ഉള്ളൻ ഭാഗം അത് നനയും. പുറത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ പുറം ഭാഗം അത് നനയും. ആ രൂപത്തിൽ അയാൾക്ക് ഉള്ളും പുറവും തടവാൻ ഇതുകൊണ്ട് സാധിക്കും. എന്നാൽ ഈ ഉളു എടുക്കുന്ന സമയത്ത് ചില ഭാഗം മാത്രം തടവുക എന്ന അഭിപ്രായം, തലയുടെ ചില ഭാഗം മാത്രം തടവുക, വംസഹു ബിറുഊസിക്കും എന്ന ബാക്ക് ബഅലിന്റെ തബ്ഈലിന്റെ അർത്ഥമുണ്ട്. തലയിൽ നിന്നും അല്പം തടവുക എന്ന അർത്ഥമുണ്ട് എന്നത് പല ഉലമാക്കളും, ഭാഷാ പണ്ഡിതന്മാരും അതല്ലാത്ത ഫുഖഹാക്കളും പറഞ്ഞിട്ടുള്ളത് അത് ശരിയല്ല. അവിടെ തബ്ഈലിന്റെ ബഅലിന്റെ അർത്ഥമില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഹദീസ് പരിശോധിച്ചു കഴിഞ്ഞാലും അതിൽ കാണുന്നതെല്ലാം തല മുഴുവൻ തടവി എന്നുള്ളതാണ്. ഇനി തലയുടെ മുൻഭാഗം മാത്രം തടവി എന്ന് പറയുന്ന ഹദീസുണ്ട്. അത് ഇമാമ ധരിച്ചപ്പോഴാണ്. ഇമാമ ധരിക്കുന്ന സമയത്ത് മുൻഭാഗം തടവി, ബാക്കി ഭാഗം ഇമാമയിലാണ് അവിടുന്ന് തടവിച്ചുള്ളത്. അതല്ലാതെ ഇമാമ ധരിക്കാത്ത സമയത്ത് തലയുടെ മുൻഭാഗത്ത് മാത്രം തടവി എന്ന് പറയുന്ന ഒരു ഹദീസും സഹീഹായിട്ടില്ല. അതുകൊണ്ട് തന്നെ തലയുടെ മുൻഭാഗം മാത്രം തടവുക എന്നത് വുളു ശരിയാവാതിരിക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വുളു തല തടവുന്ന ആളുകൾ പൂർണ്ണമായി തല തടവാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ചില ആളുകൾക്ക് മുടി അധികമുണ്ടാകും. സ്ത്രീകൾക്ക് മുടി ധാരാളം ഉണ്ടാകും. അവരുടെ മുടി ചിലപ്പോൾ വളരെയധികം താഴോട്ടുണ്ടാകും. അപ്പൊ മുടി മുഴുവനും തടവേണ്ടതുണ്ടോ? വേണ്ട. തലയാണ് തടവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തലയാണ് അതിന്റെ ഫർദിന്റെ ഭാഗം. അതല്ലാതെ മുടിയല്ല നമ്മളോട് തടവാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഹദീസ് എടുത്തു നോക്കിയാൽ മസഹ ബിറഅസിഹി എന്നാണ് കാണുക. തലയാണ് തടവാൻ പറഞ്ഞിട്ടുള്ളത്, മുടിയല്ല. മുടി തടവാൻ പറഞ്ഞാൽ നമ്മൾ പ്രയാസത്തിലാക്കും. മുടി എവിടെയെല്ലാം ഉണ്ട് അതെല്ലാം തടവേണ്ടി വരും. തലയുടെ ഭാഗത്തുണ്ടാകുന്ന ആ മുടിയുടെ മേൽ മാത്രമേ നമുക്ക് തടവേണ്ടതുള്ളൂ. ഒരാൾക്ക് താഴോളം മുടി ഉണ്ടെങ്കിൽ അത്രയും തടവേണ്ടതില്ല. മറിച്ച് അയാളുടെ പിരടിയുടെ അവിടെ അവസാനിക്കുന്നിടത്ത് സ്ത്രീകളായാലും അത്രേ അവർക്ക് തടവേണ്ടതുള്ളൂ. ധാരാളം മുടികളുള്ള പുരുഷന്മാരായാലും അവർക്ക് അത്രമാത്രമേ തടവേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നീട് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്ന മറ്റൊരു ഫായിദ എന്ന് പറയുന്നത് ഒരു ഖായിദയാണ്, ഒരു അടിസ്ഥാന തത്വമാണ്. എവിടെയെല്ലാം തടവാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒറ്റത്തവണ മാത്രമാണ്. മറത്തൻ വാഹിദ, ഒറ്റത്തവണ മാത്രമാണ്. തടവുന്ന പല സന്ദർഭങ്ങളുണ്ട്. ഒരാള് വുളു എടുത്തുകൊണ്ട് സോക്സ് ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് മുകളിൽ തടവാവുന്നതാണ്. ആ സമയത്ത് ഒരു തവണ മാത്രമേ തടവേണ്ടതുള്ളൂ. കാരണം തടവുക എന്നുള്ളത് തന്നെ അതിന്റെ ഒരു തഖ്ഫീഫാണ്, ഒരു എളുപ്പം നൽകിയതാണ്. അതിൽ ധാരാളം തടവേണ്ടതില്ല. അപ്പൊ അതിന്റെ മഖ്സൂദ്, അതിന്റെ ഉദ്ദേശമില്ലാതായി പോവും. ധാരാളം തടകിയാൽ അവസാനം കഴുകിയതിനുള്ള തുല്യമായി പോവും. അതിന്റെ ആവശ്യമില്ല, ഒരു തവണ മാത്രം. ഇനി ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും ബാൻഡേജോ മറ്റോ ധരിച്ചാൽ ഒറ്റൊരു തവണ മാത്രം. പക്ഷെ ബാൻഡേജ് ധരിക്കുന്ന സമയത്തും സോക്സിൽ ധരിക്കുന്ന സമയത്തും വ്യത്യാസമുണ്ട്. സോക്സിൽ ധരിക്കുന്നത് സോക്സ് മുഴുവൻ തടവേണ്ടതില്ല, മുകൾ ഭാഗം മാത്രമാണ്. ബാൻഡേജ് കയ്യിലുള്ള ആളുകൾ അതിന് മുകൾ ഭാഗം മാത്രം തടവിയാൽ പോരാ, മുഴുവൻ ഭാഗവും തടവേണ്ടതുണ്ട്. പക്ഷെ ഒരു തവണയാണ്. അതുകൊണ്ട് എവിടെയെല്ലാം തടവാൻ പറഞ്ഞിട്ടുണ്ടോ ആ തടവാൻ പറഞ്ഞതെല്ലാം തന്നെ ഒരു തവണയാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വുളുവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വുളുവിൽ തർത്തീബ് നിർബന്ധമാണ്. വുളുവിന്റെ ഫർളിൽപ്പെട്ടതാണ്. വുളുവിന് 6 ഫർളുകളാണുള്ളത്. ഒരാളുടെ വുളു ശരിയാകണമെങ്കിൽ അയാൾ ഈ 6 ഫർളുകളും ചെയ്തിരിക്കണം. അത് ഒരു അമലിന്റെ ഫർള് എന്ന് പറഞ്ഞാൽ അത് ഒരാൾ മറന്നുകൊണ്ടാകട്ടെ എങ്ങനെ ആകട്ടെ അയാൾ അത് ഉപേക്ഷിച്ചാൽ അയാളുടെ അമല് ബാത്തിലായി പോകും. അപ്പൊ വുളുവിന് 6 ഫർളുകളാണുള്ളത്. ആ 6 ഫർളുകൾ ഈ 4 അവയവങ്ങളാണ്. ഒന്ന്, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാഹ്, നിങ്ങൾ നിസ്കാരത്തിന് ഒരുങ്ങിയാൽ ഫഗ്സിലു വുജൂഹക്കും, വജ്ഹ് അഥവാ ഗസ്ലുൽ വജ്ഹാണ് ഒന്നാമത്തെ ഫർള്. അതിൽ നമ്മൾ പറഞ്ഞു മിൻഹു മൽമലതു വൽ ഇസ്തിൻഷാഖ്, വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും അതിൽപ്പെട്ടു. വഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും
ഇലൽ മറാഫിഖി, മുട്ടുൾപ്പെടെ 2 കൈകളും കഴുകുക. ഇതാണ് രണ്ടാമത്തെ ഫർളിന്റെ അവയവം. വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തല തടവുക, മൂന്നാമത്തെ ഫർളിന്റെ അവയവം. വഅർജുലക്കും ഇലൽ കഅബൈൻ, നെരിയാണി ഉൾപ്പെടെ 2 കാലുകളും കഴുകുക. ഈ 4 ഫർളിന്റെ അവയവങ്ങൾ, ഈ 4 അവയവങ്ങൾ ഫർളായ കാര്യങ്ങളാണ്. ഇനി 5 മാറും ഫർൾ എന്താണ്? 5ാമത്തെ ഫർൾ എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ തർത്തീബോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും ഒരു തർത്തീബ് ഒരാൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അയാളുടെ വുളു ശരിയാകാതെ വരും എന്ന് മനസ്സിലാക്കണം. ഈ ആയത്തിൽ നിന്ന് തന്നെ തർത്തീബിലാണ് പറഞ്ഞിട്ടുള്ളത്. തർത്തീബിനുള്ള പ്രധാനപ്പെട്ട തെളിവായിട്ടൊന്ന് ഈ ആയത്ത് തന്നെയാണ്. കാരണം ഈ ആയത്തിൽ നിങ്ങൾ നോക്കൂ, ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടത് ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും, മുഖം കഴുകാൻ പറഞ്ഞു. പിന്നീട് തൊട്ടടുത്തുള്ള അവയവം തലയാണ്, പക്ഷെ അത് പറഞ്ഞിട്ടില്ല. തലയാണ് തൊട്ടടുത്ത അവയവം. അവയവത്തിന്റെ ഓർഡറിലാണ് പറയുന്നത്. അടുത്തടുത്ത അവയവം വെച്ചാണ് പറയുന്നതെങ്കിൽ പൊതുവെ അങ്ങനെയാണ് പറയുക. ഒന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ളത് പറയും. തലയാണ് തൊട്ടടുത്തുള്ളത്, അത് പറഞ്ഞിട്ടില്ല. പിന്നെ കൈ കഴുകാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയാണ് വംസഹു ബിറുഊസിക്കും, തല തടവാൻ പറഞ്ഞത്. അതുപോലെ തന്നെ തടവുക എന്നുള്ളത് മംസൂഹ്, തടവപ്പെടുന്ന അവയവം അത് മഖ്സൂലാത്തിലാണ്, അതിന്റെ ഇടയിലാണ് വെച്ചിട്ടുള്ളത്. ആദ്യം മുഖം കഴുകാൻ പറഞ്ഞു, കൈ കഴുകാൻ പറഞ്ഞു, തല തടവാൻ പറഞ്ഞു, പിന്നെ കാല് കഴുകാൻ പറഞ്ഞു. സാധാരണ ഭാഷാ പ്രയോഗത്തിൽ കഴുകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇനം എല്ലാം ഒരുമിച്ച് പറയുകയും പിന്നെ മറ്റേ ഇനം പറയുക എന്നുള്ളതാണ് ഭാഷയുടെ രീതി. പക്ഷെ 2 കഴുകേണ്ട അവയവം പറഞ്ഞു, മൂന്നാമത് തടവേണ്ടത് പറഞ്ഞു, പിന്നെയും കഴുകേണ്ടത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ തർത്തീബ് പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തർത്തീബ് അത്യാവശ്യം ആണ് എന്നതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ തർത്തീബ് അത്യാവശ്യമാണ്. ഈ രൂപത്തിൽ തന്നെ തർത്തീബ് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കാം. ധാരാളം ഹദീസിൽ ഈ തർത്തീബ് നിർബന്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങൾ, 6ാമത്തെ ഫർൾ എന്ന് പറഞ്ഞാൽ അൽ മുവാലാത്ത്, തുടർച്ചയായി ചെയ്യണമെന്നുള്ളതാണ്. ഈ വുളു ചെയ്യുന്നതെല്ലാം തുടർച്ചയായി ചെയ്യേണ്ടതുണ്ട്. ഒരാൾ ഒരു വുളു എടുത്തു, കൈ കഴുകി, മുഖം കഴുകി, ശേഷം അയാൾക്കൊരു ഫോൺ വന്നു, ഒരു 15 മിനിറ്റ് സംസാരിച്ചു, പിന്നീട് അടുത്ത ബാക്കി കഴുകുക എന്ന് പറഞ്ഞാൽ അത് വുളു ആവുകയില്ല. മറിച്ച് വുളു എടുക്കുന്ന സമയത്ത് എല്ലാ അവയവങ്ങളും തുടർച്ചയായി കഴുകേണ്ടതുണ്ട്. കാരണം അങ്ങനെ തുടർച്ചയായി വുളുവിന്റെ 4 അവയവങ്ങൾ കഴുകുന്നതിനാണ് വുളു എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പ്രത്യേക അവയവങ്ങൾ കഴുകി എന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഒരാൾ മുഖം കഴുകി കുറെ നേരം കഴിഞ്ഞു വന്നു കൈ കഴുകിയാൽ അവൻ ആദ്യം മുഖം കഴുകി പിന്നീട് കൈ കഴുകി എന്ന് 2 കഴുകൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. മറിച്ച് ഇതെല്ലാം തുടർച്ചയായി നിയ്യത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അത് വുളു എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് മുവാലാത്ത് നിർബന്ധമാണ്. ഇതിനും ധാരാളം തെളിവുകൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി എത്തി. ആ വ്യക്തി എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ യുസല്ലി ഫി വഹരി ഖദമിഹി ലുംഅത ഖദ്രി ദിർഹം. അദ്ദേഹത്തിന്റെ കാലിന്റെ പുറകു ഭാഗത്ത് ഒരു ലുംഅത ഖദ്രി ദിർഹം, ഒരു നാണയത്തുട്ടിന്റെ വലിപ്പത്തിൽ വെള്ളം നനയാത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ലം യുസിബിൽ മാ, വെള്ളം അവിടെ സ്പർശിച്ചിട്ടില്ല, ഒരു നാണയത്തുട്ടിന്റെ അത്ര മാത്രം. ഫഅമറഹു അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഈദൽ വുളൂഅ വസ്സലാ, അയാളോട് വുളൂഉം നിസ്കാരവും മാറ്റി ചെയ്യാൻ പറഞ്ഞു. അത് മുവാലാത്ത് ഷർത്തല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ആ ഭാഗം മാത്രം പോയി കഴുകിയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ മുവാലാത്ത് ഷർത്താണ്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഒന്നുകൂടി വുളു എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തർത്തീബും ഒന്നുകൂടി കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മുവാലാത്തും അതുപോലെ തന്നെ തർത്തീബും. എന്നാൽ കുളിക്കുന്ന സമയത്ത് ഈ തർത്തീബുമില്ല മുവാലാത്തുമില്ല. കുളിക്ക് ഒറ്റൊരു ഫർള് മാത്രമേ ഉള്ളൂ. ജനാബത്ത് കുളി എന്ന് പറയുന്നത് ഒറ്റൊരു ഫർള് മാത്രമേ ഉള്ളൂ. ശരീരത്തിന്റെ മുഴുവൻ അവയവവും നനയുക എന്നുള്ള ഒറ്റൊരു ഫർളാണ് ജനാബത്ത് കുളിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുകയാണ്, ഒരാൾ കടുത്ത തണുപ്പുള്ള സമയത്ത് കുളിക്കുന്ന ഒരവസ്ഥ ഒരാൾക്ക് വന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം? വെള്ളം എടുക്കുക, തല ഒന്ന് കഴുകുക, ഉടൻ തന്നെ തല തുടക്കുക. എന്നിട്ട് അങ്ങനെ ചെയ്താൽ അത് അനുവദനീയമാണ് എന്നാണ്. അതല്ലാതെ ശറഈൽ പഠിപ്പിക്കപ്പെട്ട ഒരു രീതി എന്ന നിലക്കല്ല പറയുന്നത്. കാരണം അവിടെ മുവാലാത്തോ തുടർച്ചയൊന്നും കുഴപ്പമില്ല. പിന്നെ ഏതാണ്? കാലാണോ കഴുകാൻ പറ്റുന്നത് കാല് കഴുകുക, കൈയാണോ കഴുകാൻ പറ്റുന്നത് കൈ കഴുകുക. അങ്ങനെ ശരീരം മുഴുവനും ആ നീയത്തോടുകൂടി അയാൾ കഴുകി കഴിഞ്ഞാൽ അയാളുടെ ജനാബത്ത് കുളി സഹീഹാകും. ഇനി അതുപോലെ ഒരാൾക്ക് ജനാബത്ത് കുളിച്ച് പുറത്തേക്ക് വന്നു, പുറത്തു വന്നപ്പോൾ കൈയുടെ ഒരു ഭാഗത്ത് നനഞ്ഞതായി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പുറത്തിന്റെ ഒരു ഭാഗത്ത് നനഞ്ഞതായി കണ്ടിട്ടില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ മാത്രം വീണ്ടും ആ നീയത്തിൽ കുറച്ച് വെള്ളമാക്കിയാൽ അത് മതിയായതാണ്. അതല്ലാതെ മാറ്റി കുളിക്കേണ്ടതില്ല. കാരണം അവിടെ തർത്തീബോ മുവാലാത്തോ ഷർത്തല്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണ് ഈ ഹദീസിൽ
വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഹദീസ് നോക്കാം. عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يعجبه التيمن في تنعله وترجله وطهوره وفي شأنه كله. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എല്ലാവരിലും മനുഷ്യന്മാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവിടുന്ന് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ആയിഷ എന്നാണ്. പിന്നീട് ആരാണ്, ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അബൂഹ എന്നാണ്. അബൂബക്കർ എന്നുള്ള പേരല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അബൂഹ, അവരുടെ ഉപ്പ എന്ന് പറഞ്ഞു. വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് ആ ലമീർ ചേർത്തുകൊണ്ടാണ്, അതിലേക്ക് ആ മടക്കം ചേർത്തുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഫضല് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവർ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, യുഅ്ജിബുഹു, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുത്തിയിരുന്നു, അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു, അത്തയമ്മുൻ, അതേ വലതിനെ മുന്തിക്കുക എന്നുള്ളത്. തയമ്മന എന്ന് പറഞ്ഞാൽ വലതിനെ മുന്തിച്ചു എന്നാണ് അർത്ഥം. അത്തയമ്മുൻ, വലതിനെ മുന്തിക്കൽ, ഫി തനഉലിഹി, ചെരുപ്പ് ധരിക്കുന്ന സമയത്ത്. തനഅല എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ധരിച്ചു എന്നാണ് അർത്ഥം. നിആൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പാണ്. ഫി തനഉലിഹി, ചെരുപ്പ് ധരിക്കുന്നതിൽ, വതറജ്ജുലിഹി, മുടി ചീകുന്ന കാര്യത്തിൽ, വതുഹൂരിഹി, ശുദ്ധി വരുത്തുന്ന കാര്യത്തിൽ, വുളുവും കുളിയുമൊക്കെ, വഫി ശഅനിഹി കുല്ലി, എല്ലാ കാര്യത്തിലും. ആ എല്ലാ കാര്യത്തിലും എന്തൊക്കെ ഉൾപ്പെടും, എന്തൊക്കെ ഉൾപ്പെടുകയില്ല എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വലത് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ വലത് ഇഷ്ടപ്പെടുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വലതുഭാഗത്തെ മുന്തിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരാൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആ വലത്തെ കൈയാണ് അവൻ ആദ്യം ആരംഭിക്കേണ്ടത്. ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത്തെ കാലിനെയാണ് ആദ്യം മുന്തിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ അവൻ നല്ലതായി ചെയ്യുന്നുണ്ടോ അതെല്ലാം വലത്തെ കൈയെ മുന്തിക്കണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലാണ് എല്ലാവിധ ഖൈറുമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിലായിരിക്കും ഏറ്റവും ഖൈറുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഫീ തനഉലിഹി, ഒന്നാമതായി പറഞ്ഞു ഫീ തനഉലിഹി ഐ ഫീ ലുബ്സി നഅലിഹി, അദ്ദേഹത്തിന്റെ ചെരുപ്പ് ധരിക്കുന്ന കാര്യത്തിൽ, വതറജ്ജുലിഹി, മുടി ചീകുന്ന കാര്യത്തിൽ. അത് ഒരാൾക്ക് മുടിയുണ്ടെങ്കിൽ മുടി ചീകുന്ന സമയത്ത് തന്റെ ശരീരത്തിന്റെ വലതുഭാഗം, എങ്ങനെയാണ് വലതുഭാഗം മനസ്സിലാക്കുക? തന്റെ വലത് കൈയുള്ള ഭാഗം അത് വലതുഭാഗമാണ്. ആ വലതുഭാഗം അവൻ ആരംഭിക്കുക, ശേഷം ഇടത് ഭാഗം ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിലുള്ള സമയത്ത് അവിടുന്ന് തലവടിക്കുന്ന സമയത്തും ആദ്യം വലതു ഭാഗമാണ് ആരംഭിച്ചത് എന്ന് കാണാൻ സാധിക്കും. എന്തെല്ലാം നന്മകളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും വലതിനെ മുന്തിക്കുക എന്നീ ഹദീസിൽ നമുക്ക് പാഠമുണ്ട്. എന്തെല്ലാം നല്ല കാര്യങ്ങളായാലും വലതിനെയാണ് മുന്തിക്കേണ്ടത്. ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത്, ഒരാളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത്, എല്ലാ നല്ല കാര്യങ്ങൾക്കും വലത് കൈകൊണ്ടാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. ഒരു വാഹനം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഖൈറായ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ വലതിനെ മുന്തിക്കാൻ ശ്രമിക്കുക. വതുഹൂരിഹി, അതുപോലെ ശുദ്ധി വരുത്തുന്ന കാര്യത്തിൽ. ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ വുളുവാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കുളി. വുളുവാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന വുളുവിന്റെ 2 അവയവങ്ങളുള്ള ചില കാര്യങ്ങളുണ്ട്. കൈകൾക്കും കാലിനും 2 എണ്ണമുണ്ട്. ആ സമയത്ത് വലത് കൈ മുന്തിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാല് കഴുകുന്ന സമയത്ത് വലത് കാൽ മുന്തിക്കുക. യഥാർത്ഥത്തിൽ ഇതിൽ ഫർളല്ല. ഒരാൾ വുളു എടുക്കുന്ന സമയത്ത് ആദ്യം ഇടത്തെ കൈ കഴുകി പിന്നീട് വലത്തെ കൈ കഴുകിയാലും അയാളുടെ വുളു ശരിയാണ്. ഒരാൾ ആദ്യം ഇടത്തെ കാൽ കഴുകി പിന്നീട് വലത്തെ കാൽ കഴുകിയാലും അയാളുടെ വുളു ശരിയാണ്. പക്ഷെ ആ വലതിനെയും ഇടതിനെയും ആ വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ് അവന് ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഏറ്റവും പൂർണ്ണത അതിലാണുള്ളത്. അതിനെതിരെ ചെയ്താലും അയാളുടെ വുളു ശരിയാകുന്നതാണ്. വഫീ ശഅനിഹി കുല്ലി, എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ മുന്തിക്കുമെന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി വലതിനെ മുന്തിച്ച 2 സന്ദർഭങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ബന്ധിച്ച 2 സന്ദർഭങ്ങളുണ്ട്. 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ എന്തെല്ലാം ഇക്റാമുള്ള ആദരിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടോ അതിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ മുന്തിച്ചിരുന്നു. വഫീ ശഅനിഹി കുല്ലിഹി എന്ന് പറയുമ്പോൾ അതൊന്ന് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെല്ലാമാണ് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ, ഉദാഹരണം നമ്മൾ മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ വലത്തെ കാലാണ് മുന്തിക്കേണ്ടത്. അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വലത്തെ കാലാണ് മുന്തിക്കേണ്ടത്. വസ്ത്രം ധരിക്കുന്ന സമയത്ത് വലത്തെ കാലാണ് മുന്തിക്കേണ്ടത്. ഒരാൾക്കൊരു കിതാബ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു കിതാബ് എടുക്കുന്നു, പല കുട്ടികളും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. വലിയ ആളുകളിലും അത് വീഴ്ചയുണ്ട്. മുസ്ഹഫൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും
പല ആളുകളും മുസ്ഹഫ് എടുക്കുന്നത് ഇടത്തെ കൈ കൊണ്ടാണ്. അങ്ങനെ ചെയ്യരുത്, വലത്തെ കൈ കൊണ്ട് ചെയ്യുക. ഇത് കടുത്ത ഹറാമാണെന്നോ നീ ചെയ്തത് വലിയ തെറ്റാണെന്നോ എന്നല്ല പറയുന്നത്. പക്ഷേ വഫിശഅനിഹി കുല്ലി, എല്ലാ കാര്യത്തിലും ഉലമാക്കൾ അത് വിശദീകരിച്ചു. ഇക്റാം ചെയ്യേണ്ട, ആദരിക്കപ്പെടേണ്ടതായ ഏതൊരു കാര്യത്തിനെയും നീ വലത്തെ കൈയാണ് മുന്തിക്കേണ്ടത്. നല്ല ഏതൊരു കാര്യത്തിനും വലത്തെ കൈ. ഖുർആൻ എടുക്കുക എന്ന് പറയുന്നത് ആ ഖുർആനിനോടൊരു ബഹുമാനത്തിലും കൂടി പെട്ടതാണ്, മുസ്ഹഫിനോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ്. ആ വലത്തെ കൈ കൊണ്ടെടുക്കുക. ഒരു കിതാബ് എടുക്കുന്ന സമയത്ത്, ഒരു പേന എടുക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ വലത്തെ കൈ കൊണ്ടെടുക്കുക. ഒരാൾ എന്തെങ്കിലും ഒരു വസ്തു ചോദിച്ചാൽ അത് വലത്തെ കൈ കൊണ്ട് കൊടുക്കുക. പല ആളുകളും ശ്രദ്ധിക്കുകയില്ല. അവർ ചിലപ്പോൾ വലത്തെ കൈയിൽ ഫോൺ പിടിച്ച് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ കൊടുക്കും. അത് പൈസ കൊടുക്കുന്നവരുണ്ടാകും. എന്തെങ്കിലും വസ്തുക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇടത്തെ കൈ കൊണ്ട് കൊടുക്കുന്നവരുണ്ടാകും. അത് ഒഴിവാക്കുക. കൊടുക്കുന്ന സമയത്തും വാങ്ങുന്ന സമയത്തും വലത്തെ കൈയെ മുന്തിക്കുക. അതുകൊണ്ട് ഇക്റാമുള്ള സകല കാര്യത്തെയും വലത്തെ കൈ മുന്തിക്കുക. എന്നാൽ അതല്ലാത്ത കാര്യത്തെ ഇടത്തെ കൈ. ഒരു മോശമായ വസ്തു തറയിൽ നിന്നും എടുത്ത് നീക്കണം, ഒരു നജസാണ്, നജസ് നീക്കം ചെയ്യേണ്ട സമയം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുവാണ്, അവിടെ നമുക്ക് ഇടത്തെ കൈ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നജസ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന സമയത്ത്, ഇസ്തിൻജാന്റെ ഹദീസുകൾ വരാനുണ്ട്. ഇസ്തിൻജാ ചെയ്യുന്ന സമയത്ത് ഇടത്തെ കൈയാണ് ഉപയോഗിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് ഉപയോഗിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും വലത്തെ കൈയെ മുന്തിക്കുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, വലതിനെ മുന്തിക്കേണ്ട സന്ദർഭം പണ്ഡിതന്മാർ പറയുന്നു, മാകാന ഫീഹി ഖുസൂമത്തുൻ ബൈന ഇസ്നൈനി, രണ്ടാളുകൾക്കിടയിൽ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായി, വതനാസഅ അലൈഹി, അവർ ആ വിഷയത്തിൽ പരസ്പരം അതിലൊരു പോരിലായി, ഫഇന്നഹു യുഖദ്ദമു അൽ ഐമൻ, ആ സമയത്ത് വലത്തെ ആളെ മുന്തിക്കണം. എങ്ങനെ? ഒരു വിഷയം, നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ആ സദസ്സിൽ പല രൂപത്തിൽ ആളുകളുണ്ട്. പ്രായമായ ആളുകൾ ഉണ്ടാകാം, അതല്ലെങ്കിൽ പല ദർജയിലുള്ള ആളുകൾ ഉണ്ടാകാം. അങ്ങനെ ആ വസ്തു കൊടുക്കുന്ന സമയത്ത് ഞാൻ ആർക്ക് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. പ്രായമായ ആളുകൾക്കാണ് കൊടുക്കേണ്ടത്, അത് കൊടുക്കാം. പക്ഷെ അതിലൊരു തനാസു ഉണ്ടായാൽ, എനിക്ക് വേണം എന്ന് രണ്ടാളുകൾ തമ്മിൽ തനാസു ഉണ്ടായാൽ ആ സമയത്ത് വലത്തെ ആളെ മുന്തിക്കണമെന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു പാത്രത്തിൽ നിന്നും അല്പം വെള്ളം കുടിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്ത് ഒരു അറാബിയായിരുന്നു, അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തായിട്ട് മുഹാജിരിങ്ങളിൽപ്പെട്ട ഒരു ശൈഖു മിൻ ശുയൂഖ്, ഒരു പണ്ഡിതന്മാരാരെങ്കിലും ആയിരിക്കണം, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണാം. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഈ വൃദ്ധനായ ഈ വ്യക്തിക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വലതുഭാഗത്തുള്ള അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കിട്ടുന്നതിന് വേണ്ടി എനിക്കത് നൽകണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് ഈ വലതുഭാഗത്തുള്ള അറാബിക്ക് കൊടുത്തു എന്ന് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നു, ഇങ്ങനെ മുനാസഅത്ത്, രണ്ടാളുകൾക്ക് തമ്മിൽ എനിക്ക് വേണം എന്നുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ വലതിനെ മുന്തിക്കേണ്ടതുണ്ട്. എന്നാൽ അതല്ല എങ്കിൽ നമുക്കൊരു കാര്യം കൊടുക്കുന്ന സമയത്ത്, ഒരു കാര്യം വിതരണം ചെയ്യുന്ന സമയത്ത് അത് നിരുപാധികമായി വലത്തെ ആളുകൾക്ക് കൊടുക്കണമെന്നില്ല. മറിച്ച് ആ സദസ്സിലുള്ള പ്രായമുള്ള ഇൽമു കൊണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഫضലുള്ള വ്യക്തികൾക്ക് അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് പല ആളുകൾക്ക് അറിയില്ല. എല്ലാ സമയത്തും വലതുകൊണ്ട് കൊടുക്കണം എന്നുള്ളത് സുന്നത്തല്ല. മറിച്ചൊരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ആരും അടികൂടുന്നില്ല, എനിക്ക് ആദ്യം വേണമെന്നോ അല്ലെങ്കിൽ എനിക്കാണ് കൂടുതൽ ഹക്കെന്നോ ആരും അത് പറയുന്നില്ല. ഈ സമയത്ത് കൂട്ടത്തിൽ ആരാണോ മുതിർന്ന ആളുള്ളത്, ആരാണോ ഫضലുള്ള ആളുള്ളത്, ഇൽമു കൊണ്ടോ അതല്ലെങ്കിൽ പ്രായം കൊണ്ടോ ഫضലുള്ള ആരാണോ ഉള്ളത്, അവർക്ക് ആദ്യം നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് അനുവദനീയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്കാണ് കൊടുക്കാൻ ഒരുങ്ങിയിരുന്നത്. പിന്നീട് മറ്റേ ആൾ ഒരു തനാസു ഉണ്ടാക്കിയപ്പോൾ, ഒരു പ്രശ്നമുണ്ടാക്കി, അഥവാ പ്രശ്നം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ആ ബറക്കത്ത് ആദ്യം കിട്ടണം, ചുണ്ടുവെച്ചിടത്തിൽ നിന്നും ആദ്യം കുടിക്കണമെന്ന ആഗ്രഹം കാരണത്താൽ. അതല്ല എങ്കിൽ മുതിർന്നയാളെയാണ് മുന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സംസാരിക്കാൻ കുറച്ച് ആളുകൾ വന്നപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ കുട്ടി എഴുന്നേറ്റ് സംസാരിക്കാൻ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഖബ്ബിർ, മുതിർന്ന ആളുകൾ അവരാരംഭിക്കട്ടെ എന്ന നിലയിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നിരുപാധികമായി പറയുകയാണ് എങ്കിൽ മുതിർന്ന ഷറഫുള്ള ആളുകൾക്കാണ് ഇത്തരം സന്ദർഭങ്ങളിൽ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ഹദീസിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഫായിദയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞ 1-2 ഫായിദകൾ കൂടി ഈ ഹദീസിൽ കാണാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അന്നൽ അഅമാല തതഫാദൽ, അമലുകൾ പരസ്പരം ഫضൽ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്നതാണ്. ബഅലുഹ അഫ്ളലു മിൻ ബഅദ്, ചിലത് ചിലതിനേക്കാളും ഫضൽ ഉണ്ടാകും. വബഅലുഹ അഅജബു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബഅദ്, ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ ഇഷ്ടമാണ്. അതാണ് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ
ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ, അതിനേക്കാളും ഇഷ്ടമുള്ള വേറെ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു ചെരുപ്പ് ധരിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയത്ത്. അവർ ചില അമലുകൾ അതിൽ ചില രൂപത്തിൽ ചെയ്യുക എന്നുള്ളതിന് കൂടുതൽ ഫضൽ ഉണ്ടാകും. ഇത് ഈ ഹദീസിൽ നിന്നൊരു പാഠമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം തെളിവായിട്ട് പറഞ്ഞു, ഖൈറു സദഖതി, സദഖകളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് അൻ തസദ്ദഖ വ അൻത സഹീഹുൻ ഷഹീഹ്, നീ നല്ല ആരോഗ്യവാനായിട്ടുള്ള സമയത്ത് നീ സദഖ കൊടുക്കലാണ്. തഅമ്മുലുൽ ബഖാ, നീ ഒരുപാട് കാലം ജീവിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത്. വതഖ്ശൽ ഫഖർ, ഇത് കൊടുത്താൽ ചിലപ്പോൾ ദാരിദ്ര്യം ഉണ്ടായേക്കാം, അല്ലാതെ എനിക്ക് ഒരു പേടിയുമില്ലാതെ കൊടുക്കുന്ന സമയമല്ല, കൊടുത്താൽ കുറച്ചൊന്ന് കുലുങ്ങും, ആ രൂപത്തിലുള്ള ഒരു സമയത്ത് നീ കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ സദഖ. വലാ തുംഹിൽ ഹത്താ ഇദാ ബലഗത് റൂഹുൽ ഹുൽഖൂം, നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്റെ റൂഹ് എത്തുന്ന സമയം വരെ നീ വൈകിപ്പിക്കാൻ പാടില്ല. ഖുൽത ഹാദാ ലി ഫുലാൻ വഹാദാ ലി ഫുലാൻ വഖദ് കാന ലി ഫുലാൻ, ഇത് ഇന്നാൾ കൊടുത്ത ആ സമയത്ത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ആ സമയത്ത് ഇന്ന ആളുകൾക്ക് അതായിട്ടുണ്ട്. അതുകൊണ്ട് സദഖ കൊടുക്കുന്ന സമയത്ത് എല്ലാ സദഖയും ഒരുപോലെയല്ല. രണ്ടാളുകൾ സദഖ കൊടുക്കുമ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്ന നല്ല ധാരാളം എനിക്ക് ആരോഗ്യവും എനിക്ക് ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കുമെന്നെല്ലാം തോന്നുന്ന യുവത്വത്തില് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്നതും വയസ്സായിട്ട് ഇതിനൊരു ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ ഇതൊക്കെ അവിടെ ഇവിടെ എഴുതി കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തീരെ പ്രതിഫലമില്ല എന്നല്ല പറയുന്നത്, രണ്ടിലും വ്യത്യാസമുണ്ട്. നമുക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുന്നതും അതല്ലാത്ത സമയത്ത് സദഖ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഒരു ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്, അമലുകൾ വ്യത്യാസമുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട്. അടുത്തതായി അദ്ദേഹം ഒരു ഫായിദയായി പറഞ്ഞത്, ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത്തെ കാല് മുന്തിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ സിർവാല് ധരിക്കുന്ന സമയത്ത്, പാൻസ് ധരിക്കുന്ന സമയത്തും അങ്ങനെയുള്ള എല്ലാ സമയത്തും വലത്തെ കാലിനെ മുന്തിക്കണം. അതുപോലെ അഴിക്കുന്ന സമയത്തെല്ലാം ഇടത്തെ കാലിനെ മുന്തിക്കണം. ചെരുപ്പ് അഴിക്കുന്ന സമയത്ത് ആദ്യം ഇടത്ത് തയ്ക്കുക, വസ്ത്രം അഴിക്കുന്ന സമയത്ത് ആദ്യം ഇടത്ത് തയ്ക്കുക എന്നുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ജവാസുൽ ലുബ്സിന്നഅൽ, ചെരുപ്പ് ധരിക്കൽ അനുവദനീയമാണോ എന്നും ഈ ഹദീസിലുണ്ട്. മുസ്ലിമിന് ചെരുപ്പ് ധരിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല മുൻകഴിഞ്ഞ പ്രവാചകന്മാരും ചെരുപ്പ് ധരിച്ചു എന്ന് കാണാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാമിനോട് തൗറാത്ത് വാങ്ങാൻ പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖ്ലഅ അലൈക, നീ നിന്റെ രണ്ട് ചെരുപ്പുകളും അഴിച്ചു വെക്കുക, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, നീ ശ്രേഷ്ഠതയേറിയ ഒരു താഴ്വരയിലാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അൽ അഫ്ളലു ലിൽ ഇൻസാനി അൻ യുഖാലിഫ ബൈന തനഉൽ വൽ ഇഹ്തിഫാ, ഇടക്ക് ചെരുപ്പ് ധരിക്കാതെയും നടക്കുക, ചെരുപ്പ് ധരിക്കുന്നതോടൊപ്പം ഇടക്ക് ചെരുപ്പ് ധരിക്കാതെ നടക്കുക എന്നതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് അങ്ങനെ ധാരാളമായി ഇങ്ങനെ സുഖലോലുപതയിൽ കഴിയാതിരിക്കാൻ അവർ ഉപദേശിച്ചിരുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, എന്നാൽ ഇദാ കാനൽ ഇഹ്തിഫാഉ യദുറു ബിൽ ഇൻസാനി ഇമ്മാ ബിശൗകിൻ ഔ ബിഹിജാറത്തിൻ ഹാറത്തിൻ ഔ മാ അശ്ബഹ ദാലിക് ഫനഖൂലു അൽ അഫ്ളലു അൻ തൻതഇൽ, എന്നാൽ ചെരുപ്പിടാതെ പോകുന്ന സമയത്ത് ആ പോകുന്ന വഴിയിൽ മുള്ളുകളുണ്ട്, അതല്ലെങ്കിൽ ചൂടുള്ള കല്ലുകളാണ്, ആ രൂപത്തിൽ എന്തെങ്കിലും വലിയ പ്രയാസങ്ങൾ ഉപദ്രവങ്ങൾ ശരീരത്തിന് ഏൽക്കുമെങ്കിൽ അവിടെ ചെരുപ്പ് ധരിക്കലാണ് അഫ്ളൽ. അതല്ല എങ്കിൽ ഇടക്കൊക്കെ ചെരുപ്പ് ധരിക്കാതിരിക്കൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് ആ രൂപത്തിൽ ചെയ്യാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫമാ ബാലുനാ ബിഖൗമിൻ, എന്താണ് ചില ആളുകളുടെ അവസ്ഥ, ലാ യഖ്ലഊനൽ ജവാരിബ വൽ ഖുഫൈൻ സൈഫൻ വലാ ശിതാ, ചെരുപ്പും ഷൂസും സോക്സും ഒന്നും അവർ വേനൽക്കാലത്താകട്ടെ മഴക്കാലത്താകട്ടെ അവർ അയക്കുകയില്ല. ഹത്താ തജിദ അസ്ഫല ഖദമിഹി മിസ്ല ഖദ്ദി, അവന്റെ കാലിന്റെ അടിഭാഗം നല്ല കവിള് പോലെ ഉണ്ടാകും, ആ രൂപത്തിലായിരിക്കും ചില ആളുകളുടെ കാലിന്റെ അടിഭാഗം. ഫലൗ അറാദ അൻ യംശി അലൽ അർളി മസ്തത, ചില സമയത്ത് അവർക്ക് ഭൂമിയിൽ ഇങ്ങനെ നടക്കാൻ അവരോട് തോന്നിയാൽ അവർക്ക് അതിന് സാധിക്കുകയില്ല. ഹാദാ ഗലത്ത്, അദ്ദേഹം പറയുന്നത് തെറ്റാണ്. വഖിലാഫു ശർഅ, ശർഇനെതിരാണ്. ഫഅവ്വിദ് നഫ്സകൽ ഖുശൂന, നീ കുറച്ച് പരുക്കൻ സ്വഭാവങ്ങളൊക്കെ നിന്റെ ശരീരത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഹത്താ തകൂന റജുലൻ ബിമഅനൽ കരീമ, ഒരു യഥാർത്ഥ പുരുഷൻ ആ വാക്കിനോട് യോജിക്കുന്ന രൂപത്തിൽ ആകുന്നത് പോലെ നീ അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഇടക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നടക്കുന്ന സമയത്ത് നമുക്ക് ചെരുപ്പഴിച്ചുവിടാം. പക്ഷെ പോകുന്ന വഴിയിൽ ഉപദ്രവം ഉള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, മുള്ളുകളോ ആ രൂപത്തിൽ എന്തെങ്കിലും ഉപദ്രവം ഏൽക്കുന്ന എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അപ്പോൾ നമുക്ക് ആ ഉപദ്രവം ഒഴിവാക്കാൻ ചെരുപ്പ് ധരിക്കലാണ് നല്ലത്. അതല്ല എങ്കിൽ ചെരുപ്പ് ഇടക്ക് ധരിക്കുകയും ഇടക്ക് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതിൽ ഫضലുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം ഒരു പാഠമായി പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത ഹദീസ് വായിക്കാം.
عن نعيم المجمر عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال إن أمتي يدعون يوم القيامة غرا محجلين من آثار الوضوء فمن استطاع منكم أن يطيل غرته فليفعل. وفي لفظ لمسلم رأيت أبا هريرة يتوضأ فغسل وجهه ويديه حتى كاد يبلغ المنكبين ثم غسل رجليه حتى رفع إلى الساقين ثم قال سمعت رسول الله صلى الله عليه وسلم يقول إن أمتي يدعون يوم القيامة غرا محجلين من آثار الوضوء فمن استطاع منكم أن يطيل غرته وتحجيله فليفعل. وفي لفظ لمسلم سمعت خليلي صلى الله عليه وسلم يقول تبلغ الحلية من المؤمن حيث يبلغ الوضوء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വുളൂഇന്റെ ശ്രേഷ്ഠത പഠിപ്പിച്ചു നൽകുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് നുഐം അൽ മുജ്മിർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ നുഐം അൽ മുജ്മിർ എന്ന് കാണാൻ സാധിക്കുന്നത്. എന്താണ് അൽ മുജ്മിർ എന്ന് പറഞ്ഞാൽ? അൽ മുജ്മിർ എന്ന് പറഞ്ഞാൽ കുന്തിരിക്കം അല്ലെങ്കിൽ അതുപോലെയുള്ള ബഹൂർ പുകയ്ക്കുന്നവൻ എന്നാണ്. അദ്ദേഹത്തിന് ആ പേര് വരാനുള്ള കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ഇടവിട്ട സമയത്ത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ മസ്ജിദിൽ ഇങ്ങനെയുള്ള ബഹൂർ പുകയ്ക്കാറുണ്ട് എന്നാണ്. ഇങ്ങനെ ബഹൂർ മസ്ജിദുകളിൽ പുകയ്ക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് കാരണം അതിൽ അങ്ങനെയുള്ള നല്ല ബഹൂറും മറ്റുമൊക്കെ പുകയ്ക്കുന്നത് ഒരു നല്ല ഉന്മേഷം ഉണ്ടാകാൻ, ഇബാദത്തുകൾക്കൊക്കെ ഒരു ഉന്മേഷം ഉണ്ടാകാൻ ഏറെക്കുറെ സഹായിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കാണാം. ശരി, ഈ ഹദീസിലുള്ള ഫായിദകൾ നമുക്ക് നോക്കാം. ആ ഹദീസ് വായിക്കാം. ഈ ഹദീസിൽ അദ്ദേഹം പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മത്തി, തീർച്ചയായും എന്റെ ഉമ്മത്ത്, യുദ്ഔന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ വിളിക്കപ്പെടും, ഗുർറൻ മുഹജ്ജലീന മിൻ ആഥാരിൽ വുളൂ, വുളൂവിന്റെ അടയാളം കൊണ്ട് അവരുടെ നെറ്റിയും അതുപോലെ തന്നെ കാലുകളുമെല്ലാം തന്നെ ശോഭയോടുകൂടി തിളങ്ങുന്ന അവസ്ഥയിൽ അവരുടെ മുഖം ശോഭിക്കുന്നതായിരിക്കും, അവരുടെ കാലുകളെല്ലാം തിളങ്ങുന്നതായിരിക്കും. വുളൂവിന്റെ ഭാഗങ്ങൾ ഈ രൂപത്തിൽ തിളങ്ങുന്ന അവസ്ഥയിലാണ് എന്റെ ഉമ്മത്ത് നാളെ ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ഹദീസിന്റെ കൂടെ കാണാം, ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു, അപ്പോൾ ആർക്കാണോ തന്റെ ഗുർറത്ത്, മുഖത്തിന്റെ ശോഭ അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്, ഫൽയഫ്അൽ, അവർ അപ്രകാരം ചെയ്യട്ടെ എന്നാണ്. ഇത് ഹദീസിന്റെ കൂടെ ഉണ്ട് എങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതല്ല. കാരണം ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഭാഗം അവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. ഇത്തരത്തിലുള്ള സഹാബി ഇതിന് എന്റെ വാക്കാണ് എന്ന് പറയാതെ ഹദീസിനിടയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പണ്ഡിതന്മാർ ഹദീസ് നിദാന ശാസ്ത്ര പ്രകാരം പറയുന്നത് മുദ്റജായ ഹദീസ് എന്നാണ്. അഥവാ അതിന്റെ ഇടയിലേക്ക് ഇങ്ങനെ തിരികെ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു പക്ഷേ അത് ഹദീസിന്റെ ഭാഗമാണോ സഹാബിയുടെ ഭാഗമാണോ എന്നൊക്കെ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഇത് ഉലമാക്കളിൽ അധികവും പറയുന്നത് ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണെന്ന് പറഞ്ഞു. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീൻ, നാളെ ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്ത് അവർ വരുന്നത് ഗുർറൻ മുഹജ്ജലീൻ ആയിട്ടാണ്. എന്താണ് ഗുർറൻ മുഹജ്ജലീൻ? ഗുർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു അത് ഗുർ എന്ന് പറയുന്നത് അഗർ എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചനമാണ്. എന്താണ് അതിന്റെ അർത്ഥം? വൽ അഗറു ഹുവൽ ഫറസുൽ ലദീ ഫീ വജ്ഹിഹി ബയാദ്, മുഖത്ത് വെളുപ്പുള്ള കുതിരകൾക്കാണ് അഗർ എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക അഴകാണ്. കുതിരകളുടെ കൂട്ടത്തിൽ ആ ഒരു വെള്ള ഒരു ഭാഗം അതിനുണ്ടാകുക എന്ന് പറയുന്നത് ഒരു അഴകാണ്. പലപ്പോഴും സ്വർഗത്തിൽ നാളെ ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തോട് താൽക്കാലികമായി സാദൃശ്യപ്പെടുത്തി പറയുക എന്നല്ലാതെ അത് കൃത്യമായി വർണ്ണിക്കാൻ സാധിക്കുകയില്ല. കാരണം അവിടെയുള്ള കാര്യങ്ങൾ നമ്മളിൽ ഒരാൾക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. പണ്ഡിതന്മാർ പറയുന്നു മുഖം ആ രൂപത്തിൽ പ്രകാശത്താൽ ശോഭിതമാകും. കേവലം ഒരു വെള്ള കളറല്ല, മറിച്ചത് പ്രകാശം കൊണ്ട് മുഖം പ്രശോഭിക്കുമെന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞതായിട്ടുള്ളത്, ഇതിനെ വിശദീകരിച്ചുകൊണ്ടുള്ളത്. അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മുഹജ്ജൽ എന്ന് പറഞ്ഞാൽ അൽ മുഹജ്ജലു മിനൽ ബഹായിമി ഹുവല്ലദീ കാനത് അത്റാഫു അർജുലിഹി ബൈള, കാലിന്റെ ഭാഗത്ത്, കാലിന്റെ അറ്റം ഭാഗത്ത് വെള്ള കളറുള്ള മൃഗങ്ങളാണ്. അത് ഒട്ടകങ്ങളാകട്ടെ അതല്ലെങ്കിൽ കുതിരകളാകട്ടെ, അതിനെയാണ് മുഹജ്ജൽ എന്ന് പറയുന്നത്.
അതുപോലൊരു മുഅ്മിൻ, അതിനേക്കാളും നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത അത്രയും രൂപത്തിൽ വളരെ ഭംഗിയോടുകൂടി അവൻ വുളു എടുക്കുന്ന അവന്റെ അവയവങ്ങൾ, അവന്റെ മുഖമാകട്ടെ, അവന്റെ കൈകളാകട്ടെ, കാലുകളാകട്ടെ, ഈ രൂപത്തിൽ പ്രകാശപൂരിതമാകും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു ഇന്ന ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്നാണ്. ഉമ്മത്ത് എന്ന് ഖുർആനിൽ പല രൂപത്തിൽ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉമ്മത്ത് എന്നുള്ളത് ഇമാം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇബ്രാഹിം അലൈഹിസ്സലാം ഉമ്മത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇമാമായിരുന്നു എന്നാണ്. ഉമ്മത്ത് എന്നുള്ളത് ദീൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉമ്മത്ത് എന്നുള്ളത് കാലഘട്ടം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമുദായം എന്ന അർത്ഥത്തിലാണ്. ആ ഉമ്മത്ത് തന്നെ പിന്നീട് രണ്ട് രൂപത്തിലും ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. ഉമ്മത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഉമ്മത്തു ദഅവ, മറ്റൊന്ന് ഉമ്മത്തുൽ ഇസ്തിജാബ. ഉമ്മത്തു ദഅവ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത മുഴുവൻ ഉമ്മത്ത്, അതിലെല്ലാവരും ഉൾപ്പെട്ടു. യഹൂദികളും നസ്രാണികളും കുഫാറുകളും മുഴുവനും, ജിന്നുകളും മനുഷ്യന്മാരും മുഴുവനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഉമ്മത്ത്, അങ്ങനെ ഒരു ഉമ്മത്തുണ്ട്. അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അല്ലാഹുവാണ് സത്യം, ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ എന്നെ കുറിച്ച് ഒരാളും കേൾക്കുന്നില്ല, യഹൂദിയും വല നസ്രാണിയും, യഹൂദിയാകട്ടെ നസ്രാണിയാകട്ടെ, സുമ്മ യമൂതു, പിന്നീട് അവൻ മരണപ്പെടുന്നു, വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി, പിന്നീട് എനിക്ക് അയക്കപ്പെട്ട കാര്യത്തിൽ അവൻ വിശ്വസിച്ചിട്ടില്ല, അങ്ങനെ വിശ്വസിക്കാതെ അവൻ മരണപ്പെട്ടാൽ ഇല്ല കാന മിൻ അഹ്ലിന്നാർ, അവൻ നരകക്കാരിൽ ഉൾപ്പെടാതെയായിട്ടില്ല. ഈ ഇതിൽ ഉമ്മത്ത് എന്ന് പറഞ്ഞ എല്ലാവരും ഉൾപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം തൊട്ടുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും. അവരിൽ യഹൂദ നസ്രാണികളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് എന്ന് കേട്ടാൽ തന്നെ മതി, കൂടുതൽ അവർക്ക് വിശദീകരണം ആവശ്യമില്ല. ബാക്കിയുള്ള ആളുകൾക്ക് വിശദീകരണം ആവശ്യമാണ്, യഹൂദ നസ്രാണികൾ അതുപോലും ആവശ്യമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേട്ടോ, ആ കേട്ടാൽ അതിനെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിതാബിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ്. അവരുടെ കിതാബിൽ ഇന്നും അത് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, വരാനുള്ള ഒരു പ്രവാചകനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഉമ്മത്താണ്, അഥവാ മുഴുവൻ ഉമ്മത്തു ദഅവ. എന്നാൽ ഉമ്മത്തുൽ ഇസ്തിജാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം നൽകിയ മുഅ്മിനീങ്ങളായ ആളുകൾ, അവരെ കുറിച്ചിട്ടാണ് ഈ ഹദീസിൽ പറഞ്ഞത് ഇന്ന ഉമ്മത്തി. കാരണം അവർക്ക് മാത്രമാണ് വുളുവൊക്കെ ഉള്ളത്. വുളുവും നിസ്കാരവും ഒക്കെ ഈ പറയുന്ന ഉമ്മത്തു ദഅവക്കില്ല. അവർ വുളു എടുത്തത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഉമ്മത്തുൽ ഇസ്തിജാബക്കാണ്, ഈമാനുള്ള ആളുകൾക്കാണ് അതുകൊണ്ട് കാര്യമുള്ളത്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഗുർറൻ മുഹജ്ജലീൻ, അവർ ഗുർറനായിട്ടും മുഖം പ്രബോഷിതമായിട്ടും അതുപോലെ തന്നെ മുഹജ്ജലീൻ, കാലുകളെല്ലാം തിളങ്ങുന്ന അവസ്ഥയിലുമായിരിക്കും അവർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള ചില മസ്അലകളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് സഹോദരങ്ങളെ, ഇതിൽ ഇസ്തിഹ്ബാബു ഇസ്ബാഗിൽ വുളൂഇ വൽ ഇക്സാരി മിൻഹു, വുളൂവിന്റെ ഇസ്ബാഗ് ചെയ്യുക, പൂർണ്ണമായി വുളു എടുക്കുക എന്നുള്ളതിൽ മുസ്തഹബാണ് എന്നിതിൽ നിന്നും അർത്ഥമാക്കുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായി വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നു ഇസ്ബാഗുഹു യഹ്തമിലു സലാസത്തു ഉമൂർ, മൂന്ന് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇസ്ബാഗ് എന്ന് പറഞ്ഞാൽ, കാരണം പല ഹദീസിലും അസ്ബിഗു അൽ വുളു, നിങ്ങൾ വുളു ഇസ്ബാഗ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇസ്ബാഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. ഒന്ന് അൽ ഇസ്ബാഗു ബികസ്റത്തിൽ മാ, ധാരാളം വെള്ളം കൊണ്ട് ഇസ്ബാഗ് ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു ധാരാളം വെള്ളം കൊണ്ട് ഇസ്ബാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുപാട് വെള്ളം ഉപയോഗിക്കുക എന്നല്ല, മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നമൽ മുറാദു ബിൽ ഇസ്ബാഗി അത്തഅക്കുദു മിനൽ ഗസ്ൽ, കഴുകുന്ന സമയത്ത് അത് ഉറപ്പുവരുത്തുക, കൃത്യമായി ഉറപ്പുവരുത്തുക. അതുകൊണ്ട് കേവലം തടവിയാൽ പോരാ. ഒരാൾ തടവിയാൽ അത് ഇസ്ബാഗ് ആകുകയില്ല, ആ വുളു ശരിയാവുകയില്ല. ഒരാൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ച് കൈ ഇങ്ങനെ തടവിയാൽ അവന്റെ വുളു ശരിയാവുകയില്ല. മറിച്ച് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകേണ്ടതുണ്ട്. എന്നാൽ ധാരാളം വെള്ളം വേണോ? അതും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു മുദ്ദിലാണ് മുഴുവൻ വുളുവും എടുത്തിട്ടുള്ളത്. അപ്പോൾ തഅക്കുദ് നടത്തുക, ധാരാളം വെള്ളം കൊണ്ട് തഅക്കുദ് നടത്തുക എന്ന് പറഞ്ഞാൽ അതാണ്, ആ വെള്ളം എല്ലായിടത്തും എത്തി എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതാണ് അതിലുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്നൽ മുറാദ ബിൽ ഇസ്ബാഗി ഇത്തിബാഉ സുന്ന ഫീഹി ബികസ്റത്തിൽ ഗസ്ലാത്ത്, സുന്നത്തിൽ എത്ര അധികം വർദ്ധിപ്പിക്കാം എന്നത് പിൻപറ്റിക്കൊണ്ട് ഇസ്ബാഗ് നടത്തുക. അഥവാ സുന്നത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് 3 തവണ കഴുകലാണ്. അതുകൊണ്ട് ഒരാൾക്ക് 3 തവണ കഴുകാൻ പറ്റിയാൽ അതാണ് അഫ്ളൽ. 2 തവണ കഴുകുന്നതിനേക്കാളും 3 തവണ കഴുകാനാണ് അഫ്ളൽ. 1 തവണ കഴുകുന്നതിനേക്കാളും 2 തവണ കഴുകലാണ് അഫ്ളൽ. എന്നാൽ 3-ലധികം കഴുകാൻ പറ്റുമോ? അത് പറ്റുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാദൽ വുളു, ഈ വുളു ഫമൻ സാദ അലാ ഹാദ, ഇതിൽ ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ അത് എന്ത് കാരണം കൊണ്ടാകട്ടെ, ഫഖദ് അസാഅ വതഅദ്ദ
വദലം, അവൻ യഥാർത്ഥത്തിൽ മോശം പ്രവർത്തിച്ചിരിക്കുന്നു, അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ളുൽമാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇസ്ബാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കസ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റത്തുൽ അദദ്, അത് സുന്നത്തിൽ വന്നതിന് അതിൽ തിട്ടപ്പെടുത്തിയിട്ടാണ്. മൂന്നാമത് അൽ ഇക്സാറു മിൻ ഫിഅലിഹി ഫയതവല്ലഉൽ മർഉ മറത്തൻ ബഅദ മറ, ധാരാളമായി വുളു എടുത്തുകൊണ്ടേയിരിക്കുക. ഇത് പണ്ഡിതന്മാർക്ക് പക്ഷെ ഖിലാഫുള്ള ഒരു വിഷയമാണ്. അതാ വുളു ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് ഇസ്ബാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നാണ്. ഒരാള് ഒരു നിസ്കാരത്തിന് വുളു എടുത്താൽ അടുത്ത നിസ്കാരത്തിന് വുളു ഉണ്ടെങ്കിലും അയാൾക്ക് വീണ്ടും വുളു എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതില്ല. ഒരാൾക്ക് അടുത്തൊരു ആവശ്യത്തിന് വർദ്ധിപ്പിച്ചാൽ മതി, ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതില്ല. വുളു മുറിയുകയോ അല്ലെങ്കിൽ വുളു ചെയ്യേണ്ടതായ എന്തെങ്കിലും പ്രവൃത്തി വരികയോ ചെയ്താൽ വുളു എടുത്താൽ മതി. അത് അല്ല എങ്കിൽ അത്തരം വുളു എടുക്കുന്നത് ചിലപ്പോൾ വസ്വാസിലേക്ക് എത്തിയേക്കാം എന്നെല്ലാം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് ഒരു ഉന്മേഷമുണ്ടാകാൻ, കൂടുതൽ ഉന്മേഷമുണ്ടാകാൻ, ഒന്നുകൂടി വുളു എടുക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ വുളു എടുക്കുന്നതിൽ തെറ്റില്ല. ചില ഉലമാക്കളുടെ അഭിപ്രായ പ്രകാരം അത് നല്ലതുമാണ് എന്ന് കാണാൻ സാധിക്കും. അടുത്തതായി ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയത് അന്നൽ മർഅ യുംകിനു അൻ തുതാല ഖുറതഹു ബിസിയാദതി അലൽ മഹല്ലിൽ ഫർള്, മഹല്ലുൽ ഫർളിൽ, കൈ കാലൊക്കെയാണ് മഹല്ലുൽ ഫർൾ, അതിൽ നിന്നും ഒരാൾ വർദ്ധിപ്പിച്ച് കഴുകിയാൽ അയാൾക്ക് അയാളുടെ ഖുറത്ത്, നാളെ തിളക്കം, മുഖത്തും കൈകാലുകൾക്കുമെല്ലാമുള്ള തിളക്കം വർദ്ധിപ്പിക്കാമെന്നാണ്. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് നമ്മൾ വായിച്ചത് രണ്ടാമത്തെ ഭാഗത്ത് അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? വുളു ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കൈ കഴുകിയാൽ അദ്ദേഹം ഈ തോള് വരെ കഴുകും, കാല് കഴുകിയാൽ അദ്ദേഹം ഈ കണങ്കാല് വരെ അദ്ദേഹം കയറ്റി കഴുകും എന്ന് കാണാൻ സാധിക്കും. എന്നാൽ പല ഉലമാക്കളും അവർ പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ലം യുവാഫിഖ്ഹു അലൈഹി അഹദും മിനസ് സഹാബത്തിൽ ബത്ത, സഹാബത്തിൽപ്പെട്ട ഒരാളും തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയത്തിൽ യോജിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദാണ്. നമുക്കറിയാം, ഇജ്തിഹാദിന് യോഗ്യതയുള്ള ആളുകൾ ഇജ്തിഹാദ് ചെയ്ത് അത് തെറ്റിയാലും അവർക്കൊരു കൂലിയുണ്ട്. അതുകൊണ്ട് ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റിയ ഒരു സംഭവമാണ്. അങ്ങനെ അത്രയും കൂടുതൽ കഴുകേണ്ടതില്ല, തോള് വരെ കൈ കഴുകേണ്ടതില്ല, കാല് കഴുകുന്ന സമയത്ത് കണങ്കാല് വരെ അത്രയും കഴുകേണ്ടതില്ല. മറിച്ച് കൈ കഴുകുന്ന സമയത്ത് ഒരല്പം അളുദിലേക്ക് കയറ്റി കഴുകാം. അതുപോലെ കാല് കഴുകുന്ന സമയത്ത് അല്പം കണങ്കാലിലേക്ക് കയറ്റി കഴുകാം എന്നതിലല്ലാതെ ഇത്രയും അധികം കഴുകുക എന്നുള്ളതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആണ് ആ അഭിപ്രായം സ്വീകരിച്ചിട്ടുള്ളത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രതിഫലം നൽകുന്ന സഹാബിയാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഉലമാക്കൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്ത മസ്അല ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, വുളു എന്ന് പറയുന്നത് ശിആറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഒരു അടയാളമാണ്. നാളെ ഖിയാമത്ത് നാളിലും മുഅ്മിനീങ്ങളുടെ ഒരു അടയാളമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇന്നും ദുനിയാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള വുളു മുൻകഴിഞ്ഞ ഒരു ഉമ്മത്തിനും നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. മുൻകഴിഞ്ഞ പല ഉമ്മത്തിനുമുള്ള വുളു അതിൽ പലതും ഈ രൂപത്തിലുള്ള പൂർണ്ണതയുള്ള വുളു അല്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ചില ഉലമാക്കൾ പറഞ്ഞു, യഹൂദികളുടെ വുളു എന്ന് പറയുന്നത് ഇന്നമാ ഹുവ ഗസ്ലുൽ യദ്, കൈ കഴുകലാണ്, അതാണ് അവർക്ക് വുളുവായിട്ടുണ്ടായിരുന്നത്. ഈ രൂപത്തിൽ കൃത്യമായ പൂർണ്ണമായ വുളു ഈ ഒരു ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് എന്ന് പല ഉലമാക്കളും പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് വുളു ഈ രൂപത്തിൽ എടുക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ധാരാളം ഫദ്ലുകൾ വുളുവുമായി വന്ന് ബന്ധപ്പെട്ട് ഹദീസുകൾ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം വുളു എടുക്കുമ്പോൾ ഓർക്കേണ്ടതാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഒരു വുളു എടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് കേവലം ഒരു വരണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. വുളു എടുക്കുന്ന സമയത്ത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ് സ്വീകരിക്കുന്നത്. കാരണം അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു, അള്ളാഹുവിന്റെ കൽപ്പനയാണ് നീ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ കൽപ്പനയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകുക. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് ചെയ്ത് കാണിച്ചു തന്നൊരു കാര്യമാണ് ഈ വുളു എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു തന്ന കാര്യമാണ്. അപ്പൊ നബിയും സഹാബത്തും എല്ലാം ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധ്യം ഉണ്ടാകുക. അത് ഇഖ്ലാസും ഇത്തിബാഉം, അള്ളാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പോലെ. അതുപോലെ തന്നെ ഈ വുളുവിലൂടെ ധാരാളം പാപങ്ങൾ നിനക്ക് സംഭവിച്ചു പോയ, നിന്റെ കൈകാലുകൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും നിനക്ക് സംഭവിച്ചു പോയ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകാനുള്ള ഒരു മാർഗമാണ് ഈ വുളു എന്നോർത്തുകൊണ്ട് ഓരോ വുളു എടുക്കുന്ന സമയത്ത് നമ്മൾ വുളു എടുക്കുകയാണെങ്കിൽ അതൊരു ഹയാത്തുള്ള വുളുവാകും, ജീവനുള്ളൊരു വുളുവായി മാറും. അതല്ല എങ്കിൽ കേവലം നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു ഷർത്ത് വീടാനുള്ള വുളു മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ ദീൻ അത് കൃത്യമായി ഉൾക്കൊണ്ട് ബസീറത്തോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി പഠിച്ച് മനസ്സിലാക്കി അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.